എടാ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചല്ലോ. സാധാരണയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ തീയതി പ്രഖ്യാപിക്കുന്നത്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള എ ഷാജഹാനാണ് തീയതി പ്രഖ്യാപിച്ചതെന്ന്. എടാ, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ ഈ ഓഫീസിലേക്കുള്ള ഇലക്ഷൻസ് ആണ് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഏരിയാസിലേക്കുള്ള ഇലക്ഷൻ ആണ് നടത്തുന്നത്. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അപ്പൊ സംസ്ഥാന കമ്മീഷനോ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ്. നീ 73-74 ഭരണഘടനാ ഭേദഗതിയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പഞ്ചായത്ത് രാജിനെ കുറിച്ചല്ലേ? അത് തന്നെ. അപ്പൊ നമ്മുടെ 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് 243K, 243Z തുടങ്ങിയ ആർട്ടിക്കിൾസിലൂടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. ഓക്കെ, നീ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾസ് ഓർമ്മയുണ്ടോ? 324. അത് തന്നെ. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ സംസ്ഥാന കമ്മീഷണറെയോ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി ആണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പൊ ഇന്നത്തേക്കുള്ളതായി ആയല്ലേ? ഞാൻ ചായ കുടിക്കാൻ പോയാലോ? ഓക്കെ.